ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിന്റെ ഒരു കിടിലം പ്രൊമോ വന്നിട്ടുണ്ട്. ഇതില് കുട്ടികൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കണേ. സുസ്മിത ആന്റിയുടെ വീട് ഇവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ പോയി നോക്കാം, എന്നിട്ട് പാപ്പിയുടെ അച്ഛനോട് നാളെ സ്കൂളിലേക്ക് വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സുസ്മിതയുടെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയും പൊന്നിയും കൂടെ കുറച്ച് എണ്ണയില് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം പാക്കറ്റിലാക്കി ഒരു ഷോപ്പറിലാക്കിയിട്ട് അത് വിൽക്കാനായിട്ട് പോവാണ്. ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങാണ്. എന്നാ ഇത് വിഷ്ണു കാണാണ്. ഒരു വെയിലത്തെ ബാമ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കാണുമ്പോ തന്നെ വിഷ്ണുവിന്റെ ചങ്ക് പിടയ്ക്കാണ്. പിന്നീട് ബാമ ഒരു കടയിൽ ഇങ്ങനെ കയറും. എന്നിട്ട് എന്താ വേണ്ടതെന്ന് അയാൾ ചോദിക്കുമ്പോ തന്നെ ബാമ പറയും, അതിനല്ല, കുറച്ച് നാടൻ എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാ എന്ന് പറഞ്ഞ് എടുക്കുമ്പോ തന്നെ അയാൾ പറയും, ഏയ് അതൊന്നും ഇവിടെ വേണ്ട. ഇത് കേൾക്കുമ്പോ അപമാനിതയായിട്ട് ഇങ്ങനെ ഭാമ നിൽക്കണേ. ഈ ഒരു നിൽപ്പും കാഴ്ചയൊന്നും വിഷ്ണുവിന് സഹിക്കാനേ പറ്റുന്നില്ല. സങ്കടവും ദേഷ്യമൊക്കെ നിറഞ്ഞ് എല്ലാം ഞെട്ടലോടെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് വിഷ്ണു. ഇത് കാണുമ്പോ കമലിനും ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു സങ്കടത്തിൽ ആ കമലിനും അവിടെ നിൽക്കുന്നത്. ഈ പിന്നീട് കാണിക്കുന്നത് സ്കൂള് വിടുന്ന സമയമാകുമ്പോ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ശാരദാമ്മ ശാന്തേച്ചിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ശാന്തേച്ചി സ്കൂളിൽ ചെല്ലുമ്പോ കുട്ടികൾ അവിടെ ഇല്ല. ശാരദാമ്മയെ മക്കൾ ഇവിടെ ഇല്ല, കുട്ടികള് സ്കൂളിൽ നിന്ന് പോയെന്നാ പറയുന്നത്. എവിടെ പോവാൻ എന്ന് പറഞ്ഞ് ശാരദാമ്മ പേടിച്ചു നിൽക്കും. ഇതേ സമയം കുട്ടികളെ സുസ്മിതയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കോളിംഗ് ബെല്ലടിക്കും. അപ്പൊ ആരോ വന്ന് കതക് തുറക്കാണ്. മറ്റാരല്ല, രോഹിതകനെ കതക് തുറക്കുമ്പോ ഇവർ രണ്ടുപേരെയും കാണുമ്പോ ഒന്ന് ഞെട്ടും. പിന്നെ പപ്പിയോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവരെ രോഹിത്തിനെ വിളിക്കാനായിട്ട് പോയിരിക്കുക. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്